ഹരി, ഇങ്ങനൊരു കാര്യം എനിക്ക് അറിയില്ല. ഹായ് സർ. നമസ്കാരം. അവള് വന്നിരിക്കുന്നത് കരുതി കൂട്ടിയ അതിന്റെ സൂചന അവള് നമുക്ക് തരികയും ചെയ്തു. അല്ല, ഉല്ലാസ് സാർ ഇതൊന്ന് സൂചിപ്പിച്ചിരുന്നെങ്കിൽ ഞാൻ ഈ ഫംഗ്ഷൻ തന്നെ ഒഴിവാക്കുമായിരുന്നു. ഹരി, ഞാൻ പറഞ്ഞില്ലേ, സംഘാടകർ മറ്റൊരു കൂട്ടരാണ്. അവർക്ക് നിങ്ങൾ തമ്മിലുള്ള ബന്ധം അറിയില്ലല്ലോ. ഏറെ അഭിമാനിക്കുന്ന ഒരു നിമിഷത്തിന് വേണ്ടിയാണ് ഞങ്ങൾ എല്ലാവരും കൂടെ വന്നിരിക്കുന്നത്. പക്ഷെ ഇവിടെ ഇപ്പൊ സംഭവിക്കാൻ പോകുന്നത് മറിച്ചാ. ഉല്ലാസ് സാറേ, എനിക്ക് എൻ്റെ കുടുംബത്തെ നാണം കെടുത്താൻ വയ്യ. താനിങ്ങനെ ടെൻഷനാവാതെ, ഞാൻ എന്തെങ്കിലും ഒരു മാർഗം നോക്കാം. നോക്കണം. പക മാത്രം അവളുടെ മനസ്സിൽ. അത് തീർക്കാനുള്ള ഒരവസരം അത് തീർക്കാനുള്ള ഒരവസരവും അവൾ കളയില്ല. ഈ കാര്യത്തിൽ ഉല്ലാസ് സാർ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്തേ പറ്റൂ. ഈ ചടങ്ങില് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി താനാണ്. തനിക്ക് കോട്ടം ഉണ്ടാവുന്ന ഒരു കാര്യവും ഇവിടെ ചെയ്യില്ല. അത് ഞാൻ തനിക്ക് ഉറപ്പ് നൽകാം. അതെ അതെ സാറേ, നമ്മൾ തമ്മിൽ കുറച്ചൊക്കെ സംസാരിച്ചല്ലോ. തന്റെ ക്യാരക്ടർ എന്താന്ന് എനിക്ക് കുറച്ചൊക്കെ അറിയാം. തനിക്ക് ദോഷം വരില്ല, എന്നെ തനിക്ക് വിശ്വസിക്കാം. ശരി സാർ, പോവാം. വാ. ഒരു കവി മറന്നിട്ട അക്ഷരങ്ങളെ കോർത്തിണക്കി നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ചതിൽ നിത്യയുടെ പങ്ക് വളരെ വിലപ്പെട്ടതാണ്. ഏറെ അഭിമാനത്തോടെ, ഏറെ സന്തോഷത്തോടെ മലയാളത്തിലെ പ്രിയ പുതിയ കവി ശ്രീ ഹരിയെ വേദിയിലേക്ക് ആദരവോടെ ക്ഷണിക്കുന്നു. എന്റെ വാ തുറപ്പിക്കരുതെന്ന് അവരോട് പറഞ്ഞല്ലേ. എന്നെക്കുറിച്ച് നീ നല്ലത് പറയുന്ന കേൾക്കാൻ നല്ല രസമുണ്ട്. സുപ്രധാനമായ ചടങ്ങ് ആരംഭിക്കുകയാണ്. ആദ്യ കവിതാ സമാഹാരത്തിന് തന്നെ ഇത്രയും പ്രധാനപ്പെട്ട ഒരു അവാർഡിന് അർഹനാവുക എന്നത് തന്നെ നിസ്സാരമായ കാര്യമല്ല. ജീവിതം നിറച്ചുവെച്ച വരികളും അതുപോലെ തന്നെ ആഴത്തിലുള്ള വരികളും നമുക്ക് സമ്മാനിച്ച ഹരിക്ക് അവാർഡ് സമർപ്പിക്കുന്നതിന് വേണ്ടി നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട കഥാകൃത്ത് വേണു തലച്ചിറയെ ക്ഷണിക്കുന്നു. ഒപ്പം ഈ ചടങ്ങിൽ പങ്കുകൊള്ളാൻ നിങ്ങൾ ഓരോരുത്തരെയും ക്ഷണിക്കുന്നു. അതോടൊപ്പം പൊന്നാടി അണിയിക്കുന്നതിനായി സംഘാടകരെ ക്ഷണിക്കുന്നു.
പ്രിയപ്പെട്ട കവി ഹരിയുടെ മറുപടി പ്രസംഗമാണ്. നമുക്കതിന് ചെവിയോർക്കാം. ഹരി, പ്ലീസ്. അല്ല രഘുവേ, അവനെ കുറിച്ച് അവള് പറഞ്ഞത് കേട്ടോ? ഇതിൽ കൂടുതൽ ശിക്ഷ ദൈവം അവക്കിനി കൊടുക്കാനില്ല, ശരിയല്ലേ?